അപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം കൂടി വീട്ടിനകത്ത് എപ്പോഴും ജലബിലയാണ് വഴക്ക്. ഇവിടെ വേറൊരു വഴക്ക്, ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബിഗ് ബോസ് തന്നെ പറയുകയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. സത്യം, ബിഗ് ബോസ് എവരോട് പറയുന്നുണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ? എനിക്ക് തന്നെ ഒരു ഡൗട്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന്. ഓക്കെ, ഇത് ആദ്യം തന്നെ ഇപ്പോൾ രാവിലത്തെ മറ്റേ സുപ്രഭാതം വഴക്ക് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വഴക്കാണ് നടക്കുന്നത്. അത് നമ്മൾ നടക്കുന്നത് ആര്യനും അഭിയും തമ്മിലാണ്. വെറുതെ ചുമ്മാ ഒന്നുമില്ലെന്നേ, വെറുതെ സുപ്രഭാതം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വഴക്ക് പറഞ്ഞത് ആര്യനും അഭിയും തമ്മിലുള്ള വഴക്ക്. അതെന്ന് പറഞ്ഞാൽ അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആര്യൻ്റെ മുഖത്തേക്ക് വരും. അപ്പോൾ തുപ്പൽ തെറിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് തുടങ്ങിയത്. എന്ത് വഴക്ക്? നിങ്ങൾ എന്തിനാണ് മുന്നിലേക്ക് വരുന്നത്? ഓവറായിട്ട് മുന്നിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഞാൻ വരും, നീ ആര് പറയാൻ പറഞ്ഞാൽ അഭി ഇങ്ങോട്ട് വരുന്നുണ്ട്, ആര്യൻ പുറകോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ കുറേ നാൾ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അത് സോൾവ് ആവുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പാൻ കേക്ക് മലയാളം പറയാൻ വേണ്ടിയിട്ട് അനീഷ് പറയുന്നു. ഇനി അതിനെ ചൊല്ലി വേറൊരു വഴക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പാണി അവിടെ അനീഷ് നീ മിണ്ടാതെ അവിടെ ഇരുന്നു. നീ ആരാടാ ഗുഡ് മോർണിംഗ് സുപ്രഭാതം? നമുക്കറിയാടാ സുപ്രഭാതം ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്നാണെന്ന്, കേട്ടല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് നീ ആരാടാ? ടീച്ചറാണോ നമുക്ക് പഠിപ്പിച്ചു തരാൻ? പിന്നെ നമ്മുടെ കൂടെയാണ് നീ, അല്ല നിന്റെ കൂടെയല്ല നമ്മൾ, കേട്ടല്ലോ. ഇനി നീ മിണ്ടി പോവരുത്, കേട്ടല്ലോ. നീ എന്റെ മുഖത്ത് നോക്കടാ, ആരാടാ നീ? ആരാണ് നീ എന്ന്? മലയാളത്തെ അപമാനിക്കരുത്. ആരായിരിക്കും ഇത്? അനീഷ്. മലയാളത്തെ അപമാനിക്കരുത്. എടാ ഓ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് തരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഷാനവാസ്, യെസ്, മലയാളത്തെ അപമാനിക്കരുത്. ആരെങ്കിലും അപമാനിച്ചോ? ഇല്ല. അപ്പൊ രേണു, ഞാൻ സമ്മതിക്കില്ല മലയാളത്തെ അപമാനിക്കാൻ. അപ്പൊ അനീഷ്, മലയാളത്തെ അപമാനിക്കരുത്. അപ്പം ഞാൻ സമ്മതിക്കൂല. അപ്പൊ അനീഷ്, എനിക്ക് എന്തായാലും അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അസുഖമൊന്നും വന്നിട്ടില്ല, തനിക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? അപ്പൊ രേണു, അപ്പം എനിക്ക് ദൈവം സഹായിച്ച അസുഖമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ എല്ലാവരും എന്നെ കോർണർ ചെയ്തിട്ടും ഇത്രയും എന്നെ എല്ലാവരും കൂടെ ഇട്ട് വധിച്ചിട്ടും കൂട്ടം കൂടി ആക്രമിച്ചിട്ടും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഷാനവാസ്, അയ്യോ അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് അവിടെ ആ വഴക്ക് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു വഴക്ക്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സത്യം, ഷാനവാസും അനുവും. ഷാനവാസ് വെറുതെ പോയിട്ട് അനുവിനെ ചൊറിയാൻ നിൽക്കുന്നു. എന്നിട്ട് അവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്ത് അനു അവിടെ കരച്ചിലോട് കരച്ചില്, ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ ബോൾഡ് അല്ല, ഞാൻ കരയാൻ വെക്കുമ്പോൾ കരയും, ചിരിക്കാൻ വെക്കുമ്പോൾ ചിരിക്കും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അപ്പാണിയുടെ കഴുത്ത് വയ്യ, അപ്പം ഡോക്ടറെ കാണണമെന്ന് ഷാനവാസ് അനുവിനോട് പറയുന്നു. അപ്പം അനു പറയുന്നു ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, വല്ല ചൂട് വല്ലതും പിടിച്ചാൽ പോരെ. അപ്പോൾ ഷാനവാസ് പറയുന്നു അപ്പോൾ പിന്നെ ഡോക്ടർമാർ വേദനയ്ക്കുള്ള മരുന്ന് എഴുതുന്നതോ അത് എന്ന് പറഞ്ഞ് അങ്ങ് അനു കളയുന്നു. ഇതിനെ ഷാനവാസ് പറയുന്നു ഡോക്ടർമാരെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മരുന്ന് എഴുതുന്നതെന്ന് അനു പറഞ്ഞു എന്ന്. പിന്നെ അതിനെ ചൊല്ലി ഭയങ്കരമായ പ്രശ്നം. അയ്യോ, അത് കഴിഞ്ഞ് അനു കരച്ചിൻ്റെ വക്കിലായി. അപ്പോഴത്തേക്കും ഡോക്ടറായ ബിന്നി വന്നിട്ട് അങ്ങനെ പറയരുത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഡോക്ടർമാർക്കെതിരായിട്ട്. ഇവിടെ അക്ബറിന്റെ വൈഫും ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരന് വന്നിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോൾ അനു, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഡോക്ടർമാരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ലോകത്തുള്ള ഒരു ഡോക്ടർമാരെ. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഡോക്ടർമാരെ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർമാർ കാശ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാശിന് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ഈ ലോകത്ത് ആരാണ് ജോലി ചെയ്യുന്നത്? വെറുതെ ഇരുന്നാൽ പോരല്ലോ എല്ലാവർക്കും. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു പുണ്യപ്രവൃത്തിയും കൂടെ, രണ്ടും കൂടി ഒന്നിച്ച് വരും. അതാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ, രണ്ടും വരും. പക്ഷെ സർവീസാണ് നമുക്ക് ആദ്യം എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. എത്രയൊക്കെ ആണെങ്കിൽ സർവീസാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് പൈസ വരുന്നത്. പക്ഷെ ഇത് പൈസയില്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബിന്നി വന്നിട്ട് അത് പ്ലാസിബോ എഫക്റ്റ് ആണ്. ഒരു രോഗിക്ക് അസുഖം ഇല്ലെങ്കിലും അയാൾ ആശുപത്രിയിലേക്ക് വരുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു സാന്ത്വനം കിട്ടാനാണ്. അപ്പോൾ നമ്മളൊരു മരുന്ന് കൊടുക്കും, അപ്പോൾ അയാൾക്ക് ഒരു സന്തോഷമായി പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഷാനവാസ്, അതെ ഇവള് പറഞ്ഞത് പക്ഷെ റോങ് ആണ്. അപ്പോൾ ബിന്നി, റോങ് ആണ്, അനു പറഞ്ഞത് റോങ് ആണ്. അനു അവിടെ പോയിരുന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം ഈ ഷാനവാസിക്കയാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് അനു അവിടെ കിടന്ന് കരയുന്നുണ്ട്. അവസാനം ഷാനവാസ്, മക്കളെ ഞാൻ വെറുതെ ഒരു രസത്തിന്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങളാണ് ഇതൊക്കെ കാരണം. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഡോക്ടർമാരൊക്കെ ഈ കാശിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന്. നീ ബോൾഡായിട്ട് പിടിച്ചു നിൽക്കണം, നീ കരയരുത്, നീ കരയില്ലെന്നല്ലേ പറഞ്ഞത് ഷാനവാസ്. ഞാൻ കരയും, ഞാൻ ബോൾഡല്ല, ഞാൻ ആവശ്യമുള്ളപ്പോൾ കരയും, ആവശ്യമില്ലാത്തപ്പോൾ ചിരിക്കും, ഞാൻ അങ്ങനെയാണ്. അയ്യോ നീ അങ്ങനെ പറയരുത്. പിന്നെയും അക്ബറും ബിന്നി എല്ലാം കൂടെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഷാനവാസ് ഒന്നും കൂടെ പറയണം, അത് ഇവള് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന്. അപ്പോൾ ബിന്നി, അപ്പം നിങ്ങൾ കള്ളം പറഞ്ഞാണല്ലേ, മനഃപൂർവ്വം നിങ്ങൾ കള്ളിയാക്കരുത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അത് കഴിഞ്ഞ ശേഷം അത് തമ്മിൽ വഴക്ക്. അപ്പോൾ ബിഗ് ബോസ് എൻ്റെ കൂടെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം.
മോർണിംഗ് ആക്ടിവിറ്റി. ആര് കേൾക്കാൻ? ചലപ്പ്. ഇവിടെ ചലപ്പിൻ്റെ നേരത്തെ ആരെങ്കിലും കേൾക്കുമോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാത്തിമ പുള്ളിക്കാരി വരുന്നുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് നേരെ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് വഴക്ക് കൂടുന്നു. നിങ്ങൾ എന്തിനാണ് ഓവർ ഷോ കാണിക്കുന്നത്? നിങ്ങൾ പലപ്പോഴും ഓവർ ഷോ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അക്ബറും ഷാനവാസും കൂടെ വഴക്ക്. നിങ്ങൾ പലപ്പോഴും ഓവർ ഷോ ഷാനവാസിനെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് നമ്മുടെ റെന പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് നിങ്ങൾ പലപ്പോഴും ഓവറായിട്ട് കാണിക്കുന്നുണ്ട്. അനീഷേട്ടൻ പറയുന്ന കാര്യങ്ങളിനെ അനീഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മിണ്ടാറ് നടക്കും, പക്ഷെ അതിൻ്റെ പുറകെ നിങ്ങൾ ഓവറായിട്ട് നടക്കുന്നുണ്ട്. അത് റെന പറഞ്ഞത് കാര്യമാണ് കേട്ടോ. അപ്പം അനീഷ പറഞ്ഞത് സത്യമാണോ? അനീഷ പറഞ്ഞുകൊണ്ട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ അനീഷിൻ്റെ കൂടെയാണല്ലേ നിങ്ങൾ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ അനീഷേട്ടൻ എന്തെങ്കിലും ഇട്ട് തരും, നിങ്ങൾ പുള്ളിക്കാരൻ്റെ പുറകെ നടന്ന് ഓവറായിട്ട് കിടന്ന് വലിച്ച് ആവശ്യമില്ലാതെ സ്ക്രീൻ സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നത് നിങ്ങളൊരു കാര്യം നിർത്ത്, മറ്റേ അവിടുത്തെ മൈജി കോർണറിൽ പോയി ഇരിക്കുക. അപ്പോൾ ഉടനെ അനീഷ് വെയിലില്ലാത്ത സ്ഥലത്ത് ഇരിക്കുക, നമ്മൾ തീരുമാനിച്ചോളാം എവിടെയാണ് വെയിൽ ഇരിക്കണം എന്നുള്ളത്. ആര്? അപ്പാനിക്ക് ഈ അനീഷ് വാ തുറക്കണതേ ഇഷ്ടമല്ല കേട്ടോ. വെയിലുള്ള അപ്പം അനീഷിന് മനസ്സിലായി ഇനി ഈ ഡയലോഗ് ഒന്നും കൂടെ അടിച്ചാൽ അപ്പാനി മിക്കവാറും എന്നെ അടിക്കും, അങ്ങനെ ഇയാളെ ഔട്ടാക്കാം. അപ്പോൾ വെയിലത്താരും ഇരിക്കരുത്, നീ ആരാടാ പറയാൻ? നീ ആരാണെന്ന്? എൻ്റെ ദൈവമേ, ഇതെന്തോ ഇത് അല്പം ഒരു ക്ഷമയ്ക്ക്. അപ്പാനി മിക്കവാറും പലരെ അടിച്ചിട്ട് ഇറങ്ങി പോകുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കണ്ടിട്ട് റോക്കിയെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നീ ആരാടാ എൻ്റെ അടുത്ത് വെയിലത്തിരിക്കാൻ? നീ ആരാണെന്ന് നീ പറ. വെയിലത്തിരിക്കരുത്. അപ്പോൾ ബിഗ് ബോസ് ഒന്ന് ശാന്തരാകൂ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ചോദിച്ചു. പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന്. നിങ്ങൾ ഈ സ്ക്രിപ്റ്റഡ് ആണ് ഈ കളിക്കുന്നത്. നിങ്ങൾ എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാർ വാഴയാവാതിരിക്കാൻ വേണ്ടി വർത്താനം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. സത്യമായിട്ടും വാഴ എന്നുള്ളൊരു ഫീൽ നമ്മൾ കൊടുക്കുമല്ലോ, ഇത് ടാഗ് കൊടുക്കുമല്ലോ, അത് ആവാതിരിക്കാൻ വേണ്ടി അലറി വിളിക്കുന്നു കുറച്ച് ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് റിക്രിയേറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറയാണ്. അതാണ് മോർണിംഗ് ആക്ടിവിറ്റി. പിന്നെ ബിഗ് ബോസ് ഒരു കാര്യം കൂടി, അനു നിൻ്റെ മുഖത്തുള്ള മേക്കപ്പ് എവിടെ നിന്നാണ്? അപ്പം അനു കരഞ്ഞുണ്ട്. അത് പിന്നെ നമ്മുടെ വാഷ്റൂമിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മേക്കപ്പൊക്കെ പിടിച്ചു വെച്ചില്ല, പിന്നെ എവിടെ നിന്ന് വന്നു ലിപ്സ്റ്റിക്കൊക്കെ? പോട്ട്. അത് കഴിഞ്ഞ അപ്പം അനീഷ് അനു ഇങ്ങനെ പറയാൻ വേണ്ടി മടിച്ചേ. അത് പിന്നെ അപ്പം അനീഷ് അനു ബി യുവർ സെൽഫ് അനു ബി യുവർ സെൽഫ്. അപ്പം അപ്പ നീ മിണ്ടണ്ട. അപ്പാനിയും അനീഷും നല്ല കോംബോയാണ് കേട്ടോ. എനിക്ക് ചിരി വരുവേ. അപ്പത്തേക്ക് അത് കഴിഞ്ഞ് ഇനി അനീഷിൻ്റെ സംഭവങ്ങളൊക്കെ ഇവർ റെക്രിയേറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ബഹളവും നല്ല ഭംഗിക്ക് അത് റെക്രിയേറ്റ് ചെയ്യാം. ഒരാൾ അനീഷിൻ്റെ റോള് ചെയ്യുക, ഒരാൾ അപ്പം അപ്പാനിയാണ് അനീഷിൻ്റെ റോൾ ചെയ്യണത്. എല്ലാവരും കൂടെ കിടന്ന് വിളിയും ബഹളവും എല്ലാം കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് എൻ്റെ സ്പേസ് പോകുന്നു, ഞാൻ ഇന്ന കയറി ഇടപെടാം. അത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. കലപില തന്നെ. എന്നിട്ട് അനീഷ് ഇത് ഞാനല്ല, വളരെ മോശമായിട്ടാണ് നിങ്ങൾ എന്നെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ശാരികയ്ക്ക് പ്രാന്തായി. താൻ ഇത്തനെക്കാട്ടി മോശമാണ്, അതുകൊണ്ടാണ് തൻ്റെ ഈ വൃത്തികെട്ട രീതിയൊക്കെ നമ്മൾ കാണിച്ചു തന്നത്. താൻ ഇതിനെക്കാട്ടി ഓവറാണ്, അറിയോ എനിക്ക്? അതാണ് നമ്മളിവിടെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അനീഷ് ഇല്ല, അഭിനയിക്കാൻ അറിയുന്നത് തന്നെ ഇങ്ങനെയുള്ള ആക്ടിങ് അഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി നിനക്ക് അഭിനയിക്കുന്നവരോട് പുച്ഛാണോടാ എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ അനീഷിൻ്റെ പുറകെ. അപ്പാനി രഞ്ജിത്ത് എല്ലാം കൂടെ അനീഷിൻ്റെ പുറകെ. അത് കഴിഞ്ഞിട്ട് അനീഷ് മലയാള ഭാഷയെ നിങ്ങൾ ബഹുമാനിക്കണം. അപ്പോൾ എല്ലാവരും ആരാണ് ഇവിടെ? ഷാനവാസും ആരാണ് മലയാള ഭാഷയെ ബഹുമാനിക്കുന്നത്? ആരാണ്? പറ, കൈപൊക്ക്. ആരുമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പറയാം മലയാള ഭാഷയെ ബഹുമാനിക്കണം. അപ്പം അങ്ങനെ ആ ടാസ്ക് എങ്ങനെയൊക്കെയോ തീർന്നു കേട്ടോ. ടാസ്ക് ആണെന്ന് പോലും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അകത്ത് കയറി പിന്നെയും റെനയും ഷാനവാസും തമ്മിൽ പിന്നെയും വാക്പോര്. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളിങ്ങനെ അനീഷേട്ടൻ്റെ കണ്ടന്റിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവാണ്, പുറത്തുള്ള ആൾക്കാർക്ക് മടുപ്പ് വരും എന്ന് റെന കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാനവാസ് മോളെ നമുക്കതറിയാം. അക്ബർ വന്നിട്ട് നമുക്കതറിയാം, പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ, പുള്ളിക്കാരൻ പറയുന്ന കേൾക്കും നമ്മൾ റിയാക്ട് ചെയ്ത് പോകും എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പം അഭിയും വന്നിട്ട് അയ്യോ മോളെ നീ പറയണ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പം റെന പറയുന്നുണ്ട് നിങ്ങൾ വോട്ടിങ് ഇമ്പോർട്ടൻ്റ് അല്ലേ, അല്ലെങ്കിൽ ഫുൾ വോട്ടും അങ്ങോട്ട് പോകും. വോട്ടിൻ്റെ കാര്യമൊക്കെ മോളെന്തിനാ പറയണം, പിന്നെ വോട്ടിന് വേണ്ടിയിട്ടല്ലേ ചേട്ടാ നമ്മൾ വന്നത്. അപ്പോൾ ഷാനവാസ് നീ അപ്പത്തേക്ക് അനീഷിൻ്റെ പുറകെ നടക്കുന്നതോ?
സത്യം പറഞ്ഞാൽ റെന അനീഷിന്റെ പുറകെ പോയിട്ട് വേറൊരു ഗെയിം കളിച്ചു. അതേപോലെ തന്നെ ഷാനവാസും അനീഷിന്റെ കൂടെ നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അനീഷിനെ ഇടയ്ക്ക് പോയി കെട്ടിപ്പിടിച്ചിട്ട് കൊച്ചു കള്ളാ നിന്റെ ഗെയിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അപ്പോൾ അനീഷ് മോളിലോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. കാര്യം കാണിച്ചു കൊടുത്താൽ മോശമല്ലേ, അതായത് ചിരിക്കണ കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അനീഷ് പക്ക പ്ലാൻഡ് ഗെയിമാണ്. അതേപോലെ തന്നെ ഷാനവാസും പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ പല ആൾക്കാരും അവിടെ പ്ലാൻ ചെയ്ത് അതാണ് ബിഗ് ബോസ് പറഞ്ഞത്, സ്ക്രിപ്റ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവർ ഓരോരുത്തരും. അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മുടെ മറ്റേ പണിപ്പുര ടാസ്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ.